ഹായ് ഫ്രണ്ട്സ്, ജാക്സിനെ ബ്രദേഴ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയൊരു അപ്ഡേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, ചെറിയൊരു അപ്ഡേഷൻ. ഇപ്പം നമ്മുടെ കാലാവസ്ഥയൊക്കെ ഭയങ്കര മോശമാണ്, നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ജോഡി ഇട്ടതിൽ അന്ന് പറഞ്ഞ പോലെ കുറച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കാണിക്കണം, ബാക്കി പ്രാവുകളൊന്ന് കാണിക്കണം. പിന്നെ കുറച്ച് ദിവസം എനിക്ക് പനിയായിരുന്നു, പിന്നെ ഇപ്പം ചെറുതായിട്ട് മാറിയൊക്കെ വരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ കുറച്ച് പ്രാവുകളൊക്കെ നമ്മൾ സെയിലായിട്ട പ്രാവെല്ലാം സെയിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് അർജൻറ്റായിപ്പോയി ഫണ്ടിൻ്റെ കേസ്, മെയിൻലി ഇതിൻ്റെ ഫുഡിൻ്റെ കാര്യവും മരുന്നിൻ്റെ കേസൊക്കെ ആയിരുന്നു. അങ്ങനെ നമുക്ക് മനസ്സിലായാലും കുറച്ച് പ്രാവുകൾ കൊടുക്കേണ്ടത്, നമുക്ക് വേണ്ടപ്പെട്ട മെയിൻ ലൈനേജ് പ്രാവുകളായിരുന്നു കൊടുത്തത്. നമുക്ക് കൊടുത്തു കാരണം നമ്മളൊരു അറിയാവുന്ന ഒരു അനിയൻ്റെ തന്നെ കൊടുത്തത്. പിന്നെ ബാക്കി കുറച്ച് പ്രാവ് കിടപ്പുണ്ട്. അതേപോലെ തന്നെ 2-3 പുതിയ പ്രാവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് തന്നെ വേറെ കുള്ളി കിടന്ന നമ്മൾ ചാണ്ടക്കൂട്ടി കിടന്നതാണ്, നമ്മൾ അമ്പലമുക്കൽ ചാണ്ടക്കൂട്ടി കിടന്നതാണ്. അത് ചെന്നൈ ലൈനേജ് പ്രാവാണ്. അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനേക്ക് ഒന്ന് കാണിച്ചു തരാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, പുതിയ പ്രാവുകളായിട്ട്. അപ്പോൾ ഇന്ന് ചെറിയൊരു നിങ്ങളെ പ്രാവുകളൊക്കെ കാണിച്ച് ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ ചെയ്യണമെന്ന്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് നേരെ പോവാം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ബ്രീഡിങ് സെക്ഷനിലോട്ട് വരികയാണ്. കാര്യം നല്ല മഴ, ഇവിടെ അത്രയും വെള്ളമൊക്കെ നനങ്ങി അകപ്പാട് അലങ്കോലമായി കിടക്കുകയാണ്. അപ്പോൾ ഫുള്ള് മഴയും കാര്യങ്ങളായതുകൊണ്ടാണ് കുറച്ച് ടാസ്ക്. ബ്രീഡിങ് കുറച്ച് പ്രാവുകളുണ്ട്, ബാക്കി നമ്മളെ പ്രാവുകളിവിടെ കിടപ്പുണ്ട്, എല്ലാം കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ജോഡി വരുമ്പോൾ നമ്മളെ കൊണ്ട മെയിലും ജാക്ക് റോക്കുള്ള ഫീമെയിലും. ഇവർക്ക് ഈ പ്രാവശ്യം അടിച്ച കുഞ്ഞെന്ന് പറയുമ്പോൾ സബ്ജ റക്കുള്ള നല്ലൊരു കുഞ്ഞാണ്. ഇത് കൊടുക്കുള്ളതല്ല, നല്ലൊരു കുഞ്ഞ്. അടുത്ത് എഗ്ഗ് ചെയ്ത് കിടപ്പുണ്ട് കേട്ടോ. ചിലപ്പം നമ്മൾ എഗ്ഗ് വയ്ക്കുകയാണെങ്കിൽ നമ്മളെടുത്ത് മാറ്റും, കാരണം മഴ ക്ലൈമറ്റ് ശരിയല്ല. ഒരു കുഞ്ഞേ കിട്ടിയുള്ളൂ. ഇവർക്ക് ഇപ്രാവശ്യം കൊണ്ടേലല്ല, പകരം സബ്ജ റക്കുള്ളയാണ് കുഞ്ഞടിച്ചത്. ഇപ്പം നമ്മൾ അടുത്ത ജോഡി ഇതിലൊന്നുമില്ല, അന്ന് മാറ്റി. പിന്നെ നമ്മുടെ ഷായിലി ജോഡിയിലും ഇതാ 2 അടുത്ത് എഗ്ഗ് ചെയ്ത്. ഇവർക്ക് 2 കുഞ്ഞിരിപ്പുണ്ട്, ഷാലി തന്നെയാണ് ആലുള്ളയിൽ. ഓക്കെ, ഇതിൻ്റെ കഴിഞ്ഞ സീസണിൽ നമ്മൾ 2 കുഞ്ഞെടുത്ത് നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ച് നമ്മളത് കൊടുത്ത്. ഇപ്രാവശ്യം കൊടുക്കാനുള്ളതല്ല, പാലുള്ള തന്നെ ഒരു കുഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഓക്കെയാണ് മീൻസപ്പം നമ്മൾ അടുത്ത പ്രാവ് വന്നിട്ട് ജാക്ക് ഇടത്തിരി വെള്ളയും ജാക്ക് പുള്ളി ഫീമെയിലിൻ്റെ കുഞ്ഞാണ്. അപ്പം ഇവർക്ക് ഇപ്രാവശ്യം ഒരു ചാമ്പ ടച്ചുള്ള കുഞ്ഞാണ് അടിച്ചാട്ടാ. ഇതാ ചാമ്പ ശൈലിയാവും, ഇത് നല്ല ആക്റ്റീവാകും. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കളറിലാണ് പഠിച്ചത് കേട്ടോ കുഞ്ഞ്. ഇത് കൊടുക്കാനുള്ള എൻ്റെ മൂത്ത കുഞ്ഞ് നമുക്ക് കിട്ടിയില്ല, വൈലി കൊണ്ടുപോയി. ഇതിങ്ങനെ നമ്മൾ നിർത്തും. അപ്പം അടുത്ത ജോഡി പ്രാവില്ല മാറ്റി. ഇത് നമ്മുടെ വെള്ള മെയിലും ചാമ്പ ഫീമെയിലും. അവരും അടുത്ത് എഗ്ഗ് ചെയ്തിട്ടുണ്ട്. ഇവർക്കൊരു കുഞ്ഞടിച്ചെന്ന് പറഞ്ഞാൽ സബ്ജയിലാണ് കേട്ടോ. സബ്ജയിലാണ് കുഞ്ഞടിച്ച. കാരണം ഈ ചാമ്പയുടെ അമ്മൂമ്മ പ്രാവ് വന്നിട്ട് സബ്ജയിലാണ്, ഇതിൻ്റെ അമ്മ വന്നിട്ട് ഇതേ ചാമ്പ തന്നെ. ഇവരെ അമ്മൂമ്മ വന്നിട്ട് സബ്ജയിലാണ്. എനിക്ക് തോന്നണമെന്ന് ആ ഒരു ഇതിലായിരിക്കും സബ്ജ കുഞ്ഞടിച്ചത്. അതൊരു സബ്ജയിൽ. അവരുടെ അടുത്ത് 2 എഗ്ഗ് ചെയ്തിട്ടുണ്ട് മെയില്. ഓക്കെ, അപ്പം അടുത്ത പ്രാവ് കാണാം. അടുത്ത് വന്നിട്ട് നമ്മുടെ വെള്ളമാണ് മൂക്ക് പറ്റാണ്. ഒരു ജോഡി പൊട്ടിച്ച് മാറ്റി. മഴ അടുത്തിനി വരെ ഇളക്കിയിട്ട് ജോഡിയിട്ട് നോക്കണം, പക്ഷെ കുഞ്ഞ് കിട്ടിയില്ല. പ്രാവ് വേറെ കുഴപ്പമൊന്നുമില്ല, പ്രാവ് നല്ല ഹെൽത്തിയാണ്, ആക്റ്റീവാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം അടുത്ത പ്രാവ് നമ്മുടെ നമ്മളെ മെയിൻ സബ്ജ ആണ്. ആൾക്ക് ഒരു കണ്ണ് നഷ്ടമായി, ഒരു കണ്ണേ ഉള്ളൂ. പ്രാവ് വേറെ കുഴപ്പമില്ല, ആക്റ്റീവാണ്. ഈ പ്രാവശ്യം 2 കുഞ്ഞെടുത്ത് അത്
വെറൈറ്റിയിൽ തന്നെയാണ് ഇപ്രാവശ്യം കുഞ്ഞടിച്ചത്. മൂത്ത കുഞ്ഞ് സബ്ജയിലാണ്, സബ്ജയിൽ കൊണ്ടയിലാണ് അടിച്ചത്. അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഇളയ കുഞ്ഞ് ചാമ്പയിലും. കഴിഞ്ഞ വട്ടം എടുത്തപ്പോൾ 2 ചാമ്പയിലായിരുന്നു, 1 കൊണ്ടയും. എൻ്റെ ഇളയ കുഞ്ഞ് ചത്തുപോയി. ഈ പ്രാവശ്യം ഒരു സബ്ജയും ഒരു ചാമ്പയും. അപ്പോൾ എൻ്റെ ജോഡി മാറ്റിയിട്ടുണ്ട്. അപ്പം അടുത്ത പ്രാവ് വന്നിട്ട് നമ്മുടെ ജാക്കിപ്പുള്ളി രണ്ടും അവർ എഗ് ചെയ്ത് അവർ ഒരു കുഞ്ഞ് ഇതാണ്. ജാക്കിപ്പുള്ളിയാണ് ഒരു കുഞ്ഞ് ചാമ്പ. ഈ ചാമ്പ വന്നിട്ട് നമ്മുടെ ഈ സബ്ജയുടെ ഇളയ കുഞ്ഞാണ് ഈ ചാമ്പ. കാരണം നമ്മൾ കുഞ്ഞ് മാറ്റി വെച്ച് കൊടുത്തതാണ്. കാരണം അവർ രണ്ടുപേർക്കും ഓരോ കണ്ണൂതില്ല. പിന്നെ ചെറിയൊരു ക്ഷീണം ഉള്ളതുകൊണ്ട് അവരെ ഫീമെയിൽ നമ്മൾ മാറ്റി നമ്മളെ ഫീമെയിലിൻ്റെ സെക്ഷനിൽ ഇട്ടിട്ട് മെയിലിനെ സെപ്പറേറ്റ് ആക്കി 2 കുഞ്ഞിനെ മാറ്റിയിട്ടുണ്ട്. ഇത് സബ്ജയുടെ ഇപ്രാവശ്യത്തെ ഇളയ കുഞ്ഞാണ്. പിന്നെ ഇത് ഈ ജാക്ക് പുള്ളിയാവും, തെളിയും. ഈ കുഞ്ഞ് വന്നിട്ട് നമ്മുടെ ഈ ജാക്സിന മെയിലും ജാക്സിന കലാങ്കണ്ണ് ഫീമെയിലിൻ്റെയും കുഞ്ഞാണ്. അവനടുത്ത് 2 എഗ് ആയിട്ടുണ്ട്. ഇത് മാറ്റും. ഓക്കെ, പ്രാവ് വേറെ കുഴപ്പമില്ല, ആക്റ്റീവാണ്. ഈ മഴയുടെ ഒരു സീനായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കണേ. അടുത്ത പ്രാവിനെ കാണിച്ചു തരാം. അടുത്ത പ്രാവ് വന്നിട്ട് നമ്മളെ ജാക്ക് ദാരിയും നമ്മളെ വാലി കറുപ്പ് ഫീമെയിലും. അപ്പോൾ ഇവരെ കുഞ്ഞാണ് ഈ ജാക്കിപ്പുള്ളിയിലെ കുഞ്ഞ്. പിന്നെ ഈ സബ്ജ കുഞ്ഞ് വന്നിട്ട് നമ്മുടെ ഒറ്റക്കണ്ണി സബ്ജയുടെ കുഞ്ഞാണ്. കാരണം ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ കൊണ്ടയിലടിച്ച സബ്ജയിൽ കൊണ്ടയിലാണ്. പിന്നെ ഈ കുഞ്ഞിൻ്റെ ഈ ഒരു വലത്തെ കാല് വന്നിട്ട് വളഞ്ഞു പോയി കേട്ടോ. കാരണം എന്തുകൊണ്ടെന്നറിയില്ല. പിന്നെ നമ്മൾ ചെറിയൊരു കയറൊക്കെ വെച്ച് കൊച്ചിലേക്ക് കെട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഗുളിയൊക്കെ കൊടുത്ത് പക്ഷേ ഇപ്പം നടക്കണത് നമുക്ക് നഷ്ടപ്പെടും എന്ന് വിചാരിച്ചൊരു കുഞ്ഞായിരുന്നു. എന്തോ കുഴപ്പമില്ല, ആശാനിപ്പം നിൽക്കുന്നുണ്ട്. എന്നാലും ചെറിയൊരു ഇതുണ്ട്, ബെൻഡുണ്ട്. സബ്ജയിൽ കൊണ്ടയിലാണ്. നമുക്ക് ദൈവം സഹായിച്ച് കൊണ്ടയിൽ ആഗ്രഹിച്ച് ഇപ്പം നമ്മളതിലിപ്പോൾ 3 കൊണ്ട പ്രാവുകളായി. ഇതും കൂടെ ചേർത്ത് 3 കൊണ്ടായി. അപ്പം പാരൻസിന് വേറെ കുഴപ്പമില്ല, ആക്റ്റീവായി നിൽക്കുന്നുണ്ട്. അവരിപ്പം അടുത്തൊരു എഗ് ആയിട്ടുണ്ട്. ആലിക്കറുപ്പ് ഫീമെയിൽ താരമീൽ. ഇവര് ഈ സ്റ്റെപ്പിലെ മൂത്ത കുഞ്ഞാണ്. നമ്മളൊരു ചേട്ടൻ്റെ അവിടെ ഒരു 10 മണിക്കൂറോളം എൻ്റെ കുഞ്ഞ് പറന്ന് എൻ്റെ അടുത്ത ചെറുക്കാണ് ഇരിപ്പുണ്ട് സബ്ജ. ഓക്കെ, നമുക്ക് അടുത്ത പ്രാവിനെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പറഞ്ഞ ചെന്നൈ പ്രാവ്. ഇതാണ് മെയിൽ കേട്ടാ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. ഇത് മെയിൽ, അത് ഫീമെയിൽ. നമ്മളിവിടെ കൊണ്ടുവന്ന് വൈകുന്നേരം തന്നെ അവർ എഗ് ചെയ്തു. പിന്നെ എഗ് എടുത്ത് മാറ്റാൻ നിന്നില്ല. അവിടെ വെച്ച് ചേട്ടൻ പറഞ്ഞായിരുന്നു മുട്ടയ്ക്കായി. ഫീമെയിൽ ഇതാണ്, 2 എഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത് മാറ്റിയില്ല, അങ്ങനെ അങ്ങ് വച്ച്. ഇനി കിട്ടുമല്ലേ നോക്കാം. മറ്റേത് ഫീമെയിൽ, ഇത് മെയിൽ. ചെന്നൈ ലൈനേജാണ്, ചെന്നൈ പ്രാവുകളാണ്. അപ്പം അടുത്ത പ്രാവ് ഇവിടെയാണ് നമ്മൾ സബ്ജ നടന്നത്, അവരെ മാറ്റി. അപ്പം ബാക്കി പ്രാവിനെ കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഇപ്പം നമ്മളെ ബ്രീഡിങ്ങിൽ ഇത്രയും പ്രാവേ ഉള്ളൂ. ഇടയ്ക്ക് ഇപ്പം മഴ പെയ്ത് ഇപ്പം വീണ്ടും നമ്മൾ തുറന്നു വെച്ചാണ് കേട്ടോ. മിനിറ്റ് വെച്ചാണ് നമ്മൾ മഴ വീണത്. ഭയങ്കര ഡാർക്കാണ്. ഇപ്പം പറത്തലൊന്നുമില്ല. പ്രാവിനെല്ലാം വെട്ടിപ്പോൾ ചെറുത് ഇടയ്ക്കാണ് പിഴുത് വിട്ടത്. അപ്പോഴാണ് മഴ അടുത്ത് വീണ്ടും തുടങ്ങിയത്. അപ്പം ബ്രീഡിങ് ഇത്രയേ ഉള്ളൂ. ബാക്കി ഇനി അടുത്ത സീസൺ ആവണം. ഈ സീസണിൽ വലുതായിട്ട് നമ്മൾ കുഞ്ഞെടുത്തില്ല. ക്ലൈമറ്റ് ശരിയല്ല, പിന്നെ നമ്മളെ സിറ്റുവേഷൻ ശരിയല്ലായിരുന്നു. ഫണ്ടിൻ്റെ കാര്യം, പിന്നെ ഫുഡിൻ്റെ കാര്യം. ഇപ്പോൾ കുഴപ്പമില്ല, ഓക്കെയാണ്. നമ്മളെ പ്രാവെല്ലാം സെയിൽ ചെയ്ത് കുഴപ്പമില്ല. നമുക്കറിയാനുള്ള ഒരു പയ്യൻ തന്നെ കുഞ്ഞെടുക്കാനായാലും നമുക്ക് ആ പ്രാവുകൾ നമുക്ക് എടുക്കാം. വേറെ സീനില്ല. ബാക്കി നമ്മൾ വെട്ടിയിട്ട പ്രാവൊക്കെ ഓക്കെയാണ്. ഇത് പ്രാവുകളെല്ലാം കിടപ്പുണ്ട്. ഈ ചാമ്പയാണ്, ഈ കൊണ്ടയാണ് നമ്മളെ സബ്ജയുടെ ഫസ്റ്റ് സ്റ്റെപ്പിലെ കുഞ്ഞ്. ഇതിൻ്റെ ഇളയ ചത്തുപോയി. ഇപ്പോൾ 2ാമത്തെ സ്റ്റെപ്പിലെയാണ് സബ്ജ കൊണ്ട ചാമ്പ കുഞ്ഞും. ഓക്കെ, ഇവരൊക്കെയാണ്. അടുത്ത കുള്ളിട്ട് വരുമ്പോൾ ഫീമെയിൽസ് ഒരു 4 കുഞ്ഞുണ്ട്. അവരും കുഴപ്പമില്ല, ഓക്കെയാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഫോസ്റ്റർ അവൻ്റെ ജോഡി മാറ്റി. വലിയൊരു കുഞ്ഞുണ്ടായിരുന്നു, അവൻ്റെ എല്ലാം മാറ്റി വെച്ച് നമ്മളത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ കൂട്ടിൽ പ്രാവൊന്നുമില്ല. ഈ കൂട്ടിലെ പ്രാവെല്ലാം നമ്മൾ ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട്. അവർ അത്യാവശ്യം പ്രാവുകളായി. ഒരു ഫീമെയിൽ 2 മെയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ കൊട്ടി വരുമ്പോൾ മുകളിലത്തോട് നമ്മൾ പറത്തണ പ്രാവിട്ടിരുന്നാണ് മാറ്റി. പിന്നെ നമ്മൾ വെട്ടി വെച്ച കുഞ്ഞുങ്ങൾ ഇവിടെ ഓക്കെയാണ്.
നമ്മുടെ വെട്ടി വെച്ച കുഞ്ഞുങ്ങൾ ജാക്കിറക്കുള്ള ഷൈലി, ജാക്ക്, ചാമ്പ, അങ്ങനെ കൊടുക്കാനുള്ളതല്ല കേട്ടോ ഇതൊക്കെ. ജാക്കി പുള്ളി നമ്മൾ ഓണാവശ്യത്തിന് വേണ്ടി വെട്ടി വെച്ച കുഞ്ഞുങ്ങളാണ്. ഓക്കെ, അവർ ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ മെയിലും ഫീമെയിലും നമ്മുടെ പ്രാവുകൾ മെയിലും ഫീമെയിലും ഏകദേശം ഒരു 10-12 പ്രാവുകളോളം കൊടുത്തു കേട്ടോ നമ്മൾ. കുറേ വലിയ മെയിലും കുറച്ച് ഫീമെയിൽസൊക്കെ നമ്മൾ കൊടുത്ത്. നമ്മളെ ഫീമെയിൽസാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. നല്ല മഴക്കോളം കേട്ടോ, നല്ല മഴക്കോളം അടക്കുകയാണ്. മഴ ചെറുതായിട്ട് പൊടിയാണ് ഫ്രണ്ട്സ്. അപ്പം പിന്നെ ഇതൊക്കെയാണ് നമ്മൾ പ്രശ്നം വാങ്ങിച്ച മരുന്നുകളെന്ന് പറയണത്. അതായത് ഇത് വന്നിട്ട് നമ്മുടെ കഫത്തിന് കൊടുക്കുകയാണ്, അസ്ത്രാളെന്ന് പറയും. പിന്നെ ഇത് കണ്ണസത്തിന് ഇതാണ്. വേറൊരു ട്യൂബുണ്ട്, അതിൻ്റെ പേര് മറന്നുപോയി. പിന്നെ ഇത് വന്നിട്ട് നമ്മളെ വാപ്പുണ്ണൊക്കെ വരുമ്പോൾ കൊടുക്കുന്ന ഒരു മരുന്നാണ്. ഇതിൻ്റെ പേര് ഞാൻ പണ്ട് വാങ്ങിച്ചതാണ്. എൻ്റെ പേര് ഞാൻ ഇട്ടിരിക്കാം കേട്ടോ ഗ്രൂപ്പിൽ. പിന്നെ ഇത് വന്നിട്ട് സിപ്ലോക്സിൽ 250 ഉണക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൊടുക്കുകയാണ്. ഇത് ന്യൂറോബിയോൺ. പിന്നെ ഇത് നമ്മൾ ഇപ്പം വാങ്ങിച്ച വിരയ്ക്ക് കൊടുക്കുന്ന മരുന്നാണ്. ഇതാണ് ഇപ്പം വാങ്ങിച്ചത്. പിന്നെ ഇത് നമ്മുടെ വിമറോള് കാൽസ്യം. പിന്നെ ഇതും നമ്മൾ കാൽസ്യത്തിൻ്റെ ഒരു മരുന്നാണ്, ബികോംസ് പോലത്തെ ഒരു മരുന്നാണ്. അപ്പോൾ ഇത്രയും മരുന്നുകളാണ് നമ്മളിപ്പം വാങ്ങിച്ചത് ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോഴത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത്. ചെറിയൊരു അപ്ഡേഷനാണ്. കുറച്ച് കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മഴ ടൈം ആയതുകൊണ്ട് മരുന്നുകൾ കുറച്ച് വാങ്ങിച്ചിട്ട് നമുക്ക് കറക്റ്റ് ഇതിൻ്റെ പേര് ക്ലിയറായി കിട്ടുന്നില്ല. നമ്മളെ ചേട്ടൻ അനിയൊരു ചേട്ടൻ പറഞ്ഞെന്ന മുറയ്ക്കാണ് നമ്മൾ മരുന്നുകളെല്ലാം വാങ്ങിച്ചത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കുറേ പേര് വിളിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടോ ചോദിക്കുന്നുണ്ട്. നമുക്കിപ്പം നിലവിൽ ഒരു ബ്രീഡിംഗ് പെയർ അവൈലബിൾ ആണ്. നമ്മളത് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അടുത്ത മഴ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്, പനിയടിക്കാൻ വയ്യ. അപ്പം മഴ തുടങ്ങി ഫ്രണ്ട്സ്. അപ്പം നല്ല മഴയാണ്, വീണ്ടും കുറഞ്ഞു, അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. പൊടിയുന്നുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങളെ നമ്മളെ സിറ്റുവേഷൻ പോലെ നമ്മൾ ചിലപ്പം സെയിൽ ചെയ്യും, ചിലപ്പോൾ നമ്മൾ പറത്താൻ ചെറിയ പ്ലാൻ ഉണ്ട്, അത് നമ്മളത് കൊടുക്കണമെന്ന് പറഞ്ഞത്. പിന്നെ അല്ലാതെ ലോഫ്റ്റിൽ കുറച്ച് ഹോൾഡ് ചെയ്യാൻ കുറച്ച് പ്രാവും വേണം. അപ്പം നമ്മുടെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കിയിട്ട് നമ്മളത് വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ഡീറ്റെയിൽ ഒരു നല്ലൊരു വീഡിയോ 2-3 പ്രാവ് വന്നത്, പ്രാവും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം. അതുവരെ